കാണിച്ചു തരാം. കണ്ടോ, എണ്ണ കുടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഇങ്ങനെയാണ് ഈ പത്തിരി ഇരിക്കുന്നത്. ഹായ്, എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കൈപ്പത്തിരിയാണ്. ഇതിന് നമ്മൾ പൊരിച്ച പത്തിരി എന്നും പറയാറുണ്ട്. സാധാരണ ഇത് നോമ്പ് സമയത്താണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ പത്തിരിയുടെ കൂടെ ചിക്കൻ കറി നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഈ പൊരിച്ച പത്തിരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ പുഴുക്കലരിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന റൈസ് സുരേഖ റൈസാണ്. അപ്പം ഇത് ഞാൻ 2 കപ്പ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വരും. അരി ഇവിടെ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിലെ പശയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. കുറച്ചധികം ചൂടുവെള്ളം ഒഴിച്ച് ഇത് കുതിരാനായിട്ട് ഒരു 5 മണിക്കൂർ മാറ്റി വെക്കും. നല്ലതുപോലെ ഒന്ന് ഈ ചൂടുവെള്ളത്തിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് 5 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഈ വെള്ളം ഡ്രെയിൻ ചെയ്ത ശേഷം നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഡ്രെയിൻ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ഈ ജാറിലേക്ക് ഈ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ടിട്ട് ഇത് നമുക്ക് അരച്ചെടുക്കണം. വെള്ളം വളരെ കുറച്ച് ചേർത്ത് നല്ല കട്ടിക്ക് വേണം അരച്ചെടുക്കേണ്ടത് കേട്ടോ. അരി ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ വേണം നല്ല കട്ടിക്ക് അരച്ചെടുക്കേണ്ടത്. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കാരണം നമ്മളിതിലേക്ക് രണ്ടാമത് അരച്ചതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉപ്പ് എല്ലായിടത്തും വരത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളിത് പരത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു മുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളിത് എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എടുത്ത് പരത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കുന്നുണ്ട്. അത് ഞാൻ ഈ 1 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുന്നത്. എടുത്തതാണ്. കണ്ടോ, ഇപ്പോൾ ഇതൊരു മുറുക്കം വന്നിട്ടുണ്ട്. ഈ മാവ് ഒന്ന് കട്ടിയായിട്ടുണ്ട്. ഉണ്ടോ? ഇനിയിപ്പോൾ നമ്മളിത് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുകയാണ്. കുഴച്ചെടുത്തിട്ട് ഇതേ കണ്ടോ, ഇങ്ങനെ നമ്മൾ ഉരുട്ടുമ്പോൾ കയ്യിലൊട്ട് ഒന്നും ചെയ്യത്തില്ല. സാധാരണ നമ്മൾ മാവ് കുഴച്ചെടുക്കുന്ന അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. കേട്ടോ, ഞാനിനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് ക്യുമിൻ സീഡ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഞാനിവിടെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂണോളം പെരിഞ്ചീരകം കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ വേണം നന്നായിട്ടൊന്ന് ഇത് കുഴച്ചെടുക്കാനുള്ളത്. ഇനി നമുക്കിത് കയ്യിലേക്ക് കുറച്ച് ഓയിലും തേച്ച് കൊടുക്കാം. കയ്യിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. ഇനി കയ്യിൽ അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി പലകയിൽ വെച്ചിട്ടോ അതല്ലെങ്കിൽ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ടോ വേണമെങ്കിലും ഇങ്ങനെ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. കുറച്ച് മാവെടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് കട്ടിയായി പോരുത്. ഇങ്ങനെയാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. ഇനി ഇത് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ പരത്തേണ്ട മാവ് നമ്മൾ എണ്ണയ്ക്ക് അടുത്ത് വെച്ചിട്ട് നമ്മൾ ഈ ഓരോന്നും, അതായത് ഇതിപ്പോൾ പരത്തിയതിനെ ഫ്രൈ ചെയ്തെടുക്കുന്ന നേരം കൊണ്ട് അടുത്തത് പരത്തിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെയാണ് സാധാരണ ഈ കൈപ്പത്തിരി തയ്യാറാക്കുന്നത്. ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൈവച്ച് പരത്തിയ മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് റെഡി ആകുമ്പോഴേക്ക് പതുക്കെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ശരിക്ക് ഇത് നമുക്ക് പൂരി പോലെ പൊള്ളി വരും. കണ്ടോ, പൊരിച്ച പത്തിരി ഇവിടെ തയ്യാറായിട്ടുണ്ട്.
ഇതിന് നമ്മൾ കൈപ്പത്തിരി എന്നും പറയും. കാരണം ഇത് കൈകൊണ്ട് പരത്തി നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ഇതിന് കൈപ്പത്തിരി എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചിക്കൻ കറിക്കൊപ്പം അതുപോലെ തന്നെ മുട്ടക്കറി, വെജിറ്റബിൾ കറി ഇതിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.